ശ്രീ ശ്യാംരാജ്, ഒരു ഇമെയിലിൽ നിന്നാണ് ഈ കാണുന്ന തട്ടിപ്പിൻ്റെ അത്രയും തുടക്കം വരുന്നത്. ഈ അബ്ദുറഹ്മാന് വേണ്ടി ഇമെയിൽ ഇടപാട് നടത്തുന്നത് കോളേജ് അധ്യാപികയായ അമീറ ഐഷ ബീഗം. ഇത് പൊന്നാനി MES കോളേജ് വിഭാഗം ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് അമീറ ഐഷ ബീഗം. ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ആശയവിനിമയം നടത്താൻ അമീറയെ ചുമതലപ്പെടുത്തുന്നത് കായിക മന്ത്രിയാണ്. അപ്പോൾ ആ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, എന്തെല്ലാം കള്ളക്കളിയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത്? അത് മാത്രമല്ല, ഇപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ കള്ളക്കളികളാണ്. ഇതിനകത്ത് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ വന്ന് കളിക്കാം, ഫുട്ബോൾ കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൺഫർമേഷൻ കൊടുത്തതിന്റെ എന്തെങ്കിലും തെളിവ് ഇതുവരെ ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതിപ്പോ ഇവരുടെ ഇത് കേരളത്തിലെ ഈ പറഞ്ഞിട്ടുള്ള ഫുട്ബോൾ അല്ലെങ്കിൽ കായിക രംഗത്ത് മാത്രമല്ല, കേരളത്തിലെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു രീതി തന്നെയാണിത്. ഇപ്പൊ അതിനകത്തൊരു രസകരമായിട്ടൊരു കാര്യം ഞാനിത് നോക്കിയപ്പോൾ കണ്ടത്, ഇപ്പൊ ഈ സിനിമകളിലൊക്കെ സീരിയൽ കില്ലർമാർക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരേ രീതിയിലായിരിക്കും ഇവർ ഈ കൊലപാതകം നടത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ സത്യം പറഞ്ഞ സീരിയൽ കൊള്ളക്കാർക്കും ഒരേ പാറ്റേൺ ആണ്. നിങ്ങൾ ശബരിമല വിഷയം എടുത്ത് നോക്കൂ. ശബരിമല വിഷയത്തിൽ ശബരിമല കൊള്ളയിൽ ഒരു സ്പോൺസർ ഉണ്ട്. ആ സ്പോൺസറെ ചുറ്റിപ്പറ്റി ആ സ്പോൺസറെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞിട്ടുള്ള കൊള്ള മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അടുത്തത് മെസ്സി വിഷയം ഒന്ന് നോക്കും. മെസ്സി വിഷയത്തിൽ ഒരു സ്പോൺസർ ഉണ്ട്. ആ സ്പോൺസറെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു വ്യത്യാസം, സ്പോൺസർ സർക്കാരിന് ഉപയോഗിക്കുകയായിരുന്നു, സർക്കാർ സ്പോൺസറിന് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ആ സ്പോൺസറെ ചുറ്റിപ്പറ്റിയും സ്പോൺസറെ ഉപയോഗിച്ചിട്ടാണ് ഈ കൊള്ള മുഴുവൻ നടന്നിരിക്കുന്നത്. ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ സീരിയൽ കൊള്ളക്കാരായിട്ട് കഴിഞ്ഞ കാലത്തെ പിണറായി സർക്കാർ മാറിയിരുന്നു എന്നുള്ളതും ഇനി ധാരാളമായിട്ടുള്ള കൊള്ളകളുടെ തെളിവുകൾ വരാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇത്തരത്തിലുള്ളൊരു മെയിൽ അയക്കാൻ വേണ്ടി സാധിക്കുക? ഇനി അത്തരത്തിലുള്ളൊരു മെയിൽ അയക്കണമെങ്കിൽ എന്തുകൊണ്ട് കേരള മന്ത്രിയുടെ തന്നെ അബ്ദുറഹ്മാന്റെ തന്നെ വകുപ്പിലെ സംവിധാനങ്ങളെ എന്തുകൊണ്ട് അറിയിക്കാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അവിടം തൊട്ട് തുടങ്ങുകയാണ് ഇതിന്റെ ഈ കൊള്ളയും കള്ളത്തരവും മൊത്തം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ 136 കോടി രൂപ അയച്ചു എന്ന് പറയുന്നതിന്റെ തെളിവ് എന്താണ്? അതായത് അവിടെ ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് ആ 136 കോടി രൂപ പോയിട്ടുള്ളത്? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെയാണോ? അത് RBIയുടെ റൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫെമ ചട്ടങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണോ അങ്ങോട്ട് ആ ഡോളർ വിനിമയം നടന്നിട്ടുള്ളത് എന്നുള്ളതിന് ഉത്തരവ് ഇവർക്കില്ല. ഇനി ആ ഡോളർ വിനിമയം നടന്നു എന്നുള്ളത് മാത്രമല്ല, തിരിച്ചൊരു 46 കോടി രൂപ, അതായത് കേരളത്തിൽ ഫുട്ബോൾ മാച്ച് നടന്നിട്ടില്ലെങ്കിൽ ഒരു 46 കോടി രൂപ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ മാച്ച് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു 46 കോടി രൂപ ഇവിടെ ഈ RCBയുടെ എറണാകുളത്തുള്ള SBI അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ പണം എങ്ങോട്ട് പോയി എന്ന് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എടുത്തു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത് തന്നെയാണ് സംശയമായിട്ട് ചോദിക്കുന്നത്. ഇത് ഡോളറിനെ വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള, ഡോളർ വിനിമയത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു കള്ളത്തരമായിരുന്ന ഒരു തിരക്കഥയായിരുന്നോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അതേ ഇതിനെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഉപയോഗിച്ചിട്ടോ എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ മലയാളികളുടെ ഫുട്ബോളിനോടുള്ള ആരാധനയെ, ഫുട്ബോളിനോടുള്ള പ്രണയത്തെ ഉപയോഗിച്ചുകൊണ്ട് മുൻ സർക്കാരിലെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ ഈ RCBയുടെ ഉടമ കൂടിയായിട്ടുള്ള ഈ പറഞ്ഞ ആൻഡ്രൂ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കേരളത്തിലെ കായിക പ്രേമികളുടെ വികാരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നാളെ ഉത്തരമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ആൻഡ്രൂ അഗസ്റ്റിന്റെ തന്നെ ചാനലിലെ ചർച്ചയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം കയ്യിൽ ഏതൊക്കെയോ കുറെ പേപ്പറുകളൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്, ഇതാ തെളിവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലോസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴത്തേക്ക് ക്ലോസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ പുറത്ത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പറ്റാത്ത എന്ത് തെളിവാണ് ഇവരുടെ കയ്യിലുള്ളത്? ഇനി ഇതിന്റെയും ഈ സീരിയൽ പാറ്റേണിന്റെയും ഒരു രസകരമായിട്ട് കാര്യമുണ്ട്. നിങ്ങൾ CMRL വിഷയം എടുത്ത് നോക്കൂ. CMRL വിഷയം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് വീണ എന്ത് സർവീസാണ് CMRLന് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒരു തെളിവുണ്ട്, കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഏതൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സീരിയൽ കൊള്ള നടത്തിയതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നടന്നു നോക്കൂ. ഈ നമ്മുടെ കലൂർ സ്റ്റേഡിയം ഈ പറഞ്ഞ ടൂർണമെന്റിനാന്ന് പറഞ്ഞിട്ട് ഇതേ പറയുന്നിട്ടുള്ള ആൻഡ്രൂ അഗസ്റ്റിന്റെ ടീമിന് വിട്ടുകൊടുക്കുന്നു. അവിടെ എന്തൊക്കെ കൊള്ളയാണ് നടന്നിട്ടുള്ളത്? ഇയാൾക്ക് മരങ്ങളോടുള്ള ഈ അമിതമായിട്ടുള്ള പ്രണയത്തിന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. അവിടെയും സ്റ്റേഡിയത്തിന് ചുറ്റുമടക്കമുള്ള മരങ്ങൾ വെട്ടിമുറിച്ചു എന്ന്.
ആ സ്റ്റേഡിയത്തിന് ചുറ്റുമടക്കമുള്ള മരങ്ങൾ വെട്ടിമുറിച്ച് അവിടെ കിടക്കാൻ വേണ്ടി, അത് പരിശോധിക്കാൻ വേണ്ടി ചെന്നിട്ടുള്ള ആളുകളെ തടഞ്ഞ് എന്ന് പരാക്രമമായിരുന്നു നടന്നിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കേരളത്തിലെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം, ആ സ്റ്റേഡിയം യാതൊരു വിധത്തിലുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളിലൂടെ അല്ലാതെ പോയിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ അല്ലാതെ പോയിട്ട് വെറുതെ അങ്ങോട്ട് കൊടുക്കുകയാണ്. കൊടുത്തു എന്ന് മാത്രമല്ല, ഇയാൾ മൊത്തം കുളമാക്കിയ. മഴക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്താണ്, അവിടെ മഴവെള്ളം വീഴുന്ന ഉൾപ്പെടെയുള്ള ചർച്ച ചെയ്താണ്. ഇപ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പോ സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ച് സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ മെസ്സി വരുമെന്ന് ഒരു പ്രതീതി ഉണ്ടാക്കുക, ആ സർക്കാരിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു കൊള്ള നടത്തുക, ആ സർക്കാരിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തിലെ അറ്റകുറ്റപ്പണികൾ എന്ന് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വരെ കൊള്ള നടത്തുക. അങ്ങനെ സർക്കാരും സ്പോൺസറും, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഓരോ സമയത്തും ഉയർന്നു വരുന്ന സ്പോൺസർമാരും അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിമാരും തമ്മിൽ നടത്തുന്ന തീവെട്ടിക്കൊള്ളയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.